നമസ്കാരം. ഇന്റർവ്യൂ എടുക്കുവാണ് എന്ന് പറഞ്ഞ് ചില ഓൺലൈൻ ചാനലുകൾ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിച്ചു കൂട്ടുന്നതെന്ന് അറിയാമോ? ഒരു യോഗ്യതയില്ലാത്ത വാ തുറന്ന അസംബന്ധം മാത്രം പറയുന്ന തോന്നിവാസം മാത്രം വിളിച്ചു കൂവുന്ന ചില ആൾക്കാരെ വിളിച്ചു വരുത്തി ഇന്റർവ്യൂ എടുക്കും. ഈ ഇന്റർവ്യൂവിൽ അവർ പറയുന്ന കാര്യങ്ങൾ കൊച്ചുപിള്ളേർ കേട്ട് കഴിഞ്ഞാൽ അവർ വഴിതെറ്റിപ്പോവും. അത്തരം കാര്യങ്ങളാണ് പറയുന്നത്. അത് പബ്ലിക്കായിട്ട് അങ്ങ് വിളിച്ചു കൂവുവാണ്. എന്നാൽ അതുപോലെ യോഗ്യതയില്ലാത്ത സമൂഹത്തിന് ഒരു മെസ്സേജും കൊടുക്കാനില്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നതിലൂടെ ഈ ഇന്റർവ്യൂ ചാനലുകാർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാമോ? അവർക്ക് വേണ്ടത് വ്യൂസും റീച്ചും മാത്രമാണ്. കാരണം ഇതുപോലെ പൊട്ടത്തര സംസാരിക്കുന്ന നെഗറ്റീവ് സംസാരിക്കുന്ന ആൾക്കാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്തെങ്കിലേ കൂടുതൽ വ്യൂസ് കിട്ടത്തുള്ളൂ, കൂടുതൽ റീച്ച് കിട്ടത്തുള്ളൂ. അപ്പൊ അത് മാത്രം ലക്ഷ്യം വെച്ചിട്ടാണ് ഈ സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നത്. ഇത് സമൂഹത്തിനോട് കാണിക്കുന്ന ഏറ്റവും വലിയ ദ്രോഹം തന്നെയാണ്. ഒരു ഇന്റർവ്യൂവിന് പോയിരിക്കുന്ന ആൾക്കാര് സ്വയം ഒന്ന് ചിന്തിക്കുക, എനിക്ക് യോഗ്യതയുണ്ടോ, ഒരു ഇന്റർവ്യൂ കൊടുക്കാനുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന് സ്വയം ചിന്തിക്കുക, സ്വയം ഒന്ന് വിലയിരുത്തൽ നടത്തുക. ഞാനാണെന്നുണ്ടെങ്കിൽ എന്നെ ഏതെങ്കിലും ഒരു ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോവില്ല. ഇപ്പോഴത്തെ സ്ഥിതിക്ക് ഭാവിയിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയി കഴിയുമ്പോൾ ഈ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ എനിക്കുണ്ട് എന്ന് തോന്നിക്കഴിയുവാണെങ്കിൽ മാത്രം ഞാൻ പോവുള്ളൂ. കാരണം ഇപ്പം ഞാൻ അതിനുള്ള യോഗ്യ അല്ല, അതെനിക്കറിയാം. അപ്പം സ്വയം യോഗ്യത മനസ്സിലാക്കിയിട്ട് വേണം ഓരോ ആൾക്കാരും പോയി ഇന്റർവ്യൂവിന് പോയി ഇരിക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതമാണ് തുറന്ന് കാണിക്കുന്നത്. അപ്പൊ ആ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് നല്ല മോട്ടിവേഷൻ കൊടുക്കാനും ഇൻസ്പിറേഷൻ കൊടുക്കാനും മെസ്സേജ് കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ വേണം. ഇതൊന്നുമില്ലാതെ പോയിരുന്ന് തോന്നിവാസം വിളിച്ച് പറയുവാണ്, ഒരു ബോധവും ഇല്ലാത്ത തോന്നിവാസം വിളിച്ച് പറയുവാണ്. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമന്റ് വന്നു. മമ്മു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇന്റർവ്യൂ റിയാക്ട് ചെയ്യാനായിരുന്നു കമന്റ്. അപ്പൊ ഈ മമ്മു ആരാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാൻ കുറെ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി, തൊപ്പി എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ലൈവ് സ്ട്രീമർ ഉണ്ടല്ലോ, പുള്ളിക്കാരന്റെ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ലൈവ് സ്ട്രീമറാണ് ഈ മമ്മു. അപ്പൊ ഈ മമ്മുവിനെ വെച്ചിട്ട് ഒരു ഓൺലൈൻ മീഡിയ ഒരു ഇന്റർവ്യൂ നടത്തി. ആ ഇന്റർവ്യൂ ഇപ്പൊ അവർ ഡിലീറ്റ് ചെയ്തു, വിവാദമായതോട് കൂടിയിട്ട് ഡിലീറ്റ് ചെയ്തു. ഈ ഇന്റർവ്യൂവിൽ ഈ വ്യക്തി വന്നിരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ കൊള്ളത്തില്ല. അതുപോലത്തെ കാര്യങ്ങളാണ്, മൊത്തം പൊട്ടത്തരമാണ് പറയുന്നത്. വൃത്തികേടുകൾ മാത്രമേ പറയുന്നുള്ളൂ, പ്രത്യേകിച്ച് പ്രയോജനമുള്ള ഒരു കാര്യവും പറയുന്നില്ല. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ വിവാദമായ ഒരു കാര്യം ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി പറയുവാണ്, വെറുതെ ഇരിക്കുമ്പോൾ ഫ്രീ ടൈമിൽ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള വീടുകളിലൊക്കെ പോയി ഒളിഞ്ഞു നോക്കും, അവരുടെ ജനലുകൾ തല്ലിപ്പൊട്ടിക്കും, കുളിസീൻ ഒളിഞ്ഞു നോക്കും. അത് എങ്ങനെയുണ്ട്? ഈ കുളിസീൻ ഒളിഞ്ഞു നോക്കും എന്ന് പറഞ്ഞപ്പോൾ അവതാരക അവിടെ നിന്ന് ചിരിക്കുകയാണ്, തല മറിഞ്ഞു ചിരിക്കുകയാണ്. ഒരു സ്ത്രീയോടാണ് ഇത് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും വലിയ ശാപം, സ്ത്രീകളാണെന്ന് പറയുന്നത് ഇതാണ്. അത് ചിരിച്ചു തള്ളാൻ പറ്റിയൊരു കാര്യമാണോ അവൻ പറഞ്ഞത്? പൊട്ടത്തരമാണ് പറഞ്ഞതെങ്കിലും ബോധമില്ലാതാണ് പറഞ്ഞതെങ്കിലും ചിരിച്ചു തള്ളാൻ പറ്റിയ കാര്യമാണോ അത്? അല്ല. അപ്പൊ ഞാൻ കുറെ ആ ഒരു ഇന്റർവ്യൂ നോക്കി, പക്ഷെ എങ്ങും എനിക്ക് കിട്ടിയില്ല ഇന്റർവ്യൂ. അവർ ഡിലീറ്റ് ചെയ്തല്ലോ. പക്ഷെ അൻസാരി ഉസ്താദ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ചാനലിൽ ഞാൻ അദ്ദേഹം റിയാക്ട് ചെയ്തേക്കുന്നത് കണ്ടു, കുറച്ച് ഭാഗങ്ങൾ കണ്ടു. അന്നേരം എനിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടി എന്തുവാണ് ഈ ഇന്റർവ്യൂവിലൂടെ പറഞ്ഞത് എന്ന്. അപ്പൊ ഇതുപോലെ ഒരു ബോധവും ഇല്ലാത്ത പൊട്ടന്മാരെയൊക്കെ വിളിച്ചിരുത്തിയാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. മമ്മു എന്ന് പറയുന്ന വ്യക്തി ഒരു ലൈവ് സ്ട്രീമറാണ്. അത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അയാൾക്ക് എന്ത് പ്രൊഫഷൻ എടുക്കണം, എന്ത് പ്രൊഫഷൻ സ്വീകരിക്കണം എന്നുള്ളത് അയാളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. ലൈവ് സ്ട്രീമിംഗ് ചെയ്യുന്ന ആള് അവിടെ പോയിരുന്ന് ലൈവ് സ്ട്രീം ചെയ്താൽ പോരെ? അയാൾ എന്താണ് ഈ ഇന്റർവ്യൂവിൽ വന്നിരുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്? അയാൾക്ക് റീച്ച് വേണം. ആ റീച്ചിന് വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞ കാര്യമാണ് കുളിസീൻ ഒളിഞ്ഞു നോക്കി. വലിയ വിവാദമായി, ഒരുപാട് ആൾക്കാർ എടുത്തു വെച്ച് റിയാക്ട് ചെയ്തു. പക്ഷെ കാര്യമില്ല. ഈ ഇന്റർവ്യൂ ചാനലുകാർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തതോട് കൂടിയിട്ട് അവരുടെ റെസ്പോൺസിബിലിറ്റി കഴിഞ്ഞു. അങ്ങനെയാണോ വേണ്ടത്? അല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടിടുന്ന സമയത്ത് നമ്മൾക്ക് കുറച്ചൊരു റെസ്പോൺസിബിലിറ്റി വേണം. നമ്മൾ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ? നമ്മൾക്ക് നേട്ടം വേണം, എല്ലാവർക്കും ആവശ്യം നേട്ടമാണ്. ഇപ്പൊ ഞാനാണെങ്കിലും വീഡിയോ ചെയ്യുന്നത് അൾട്ടിമേറ്റ്ലി എനിക്ക് ഇൻകം വേണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. പക്ഷേ അങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ സമൂഹത്തിന് വലിയ രീതിയിൽ ദോഷം ചെയ്യാത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പൊ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പബ്ലിക്കായിട്ട് തോന്നിവാസം കൊണ്ടിട്ടേക്കാണ്, എന്നിട്ട് ഡിലീറ്റ് ചെയ്തതോട് കൂടിയിട്ട് അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു. ഞാൻ കുറച്ച് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗം കാണിച്ചു തരാം. അപ്പൊ ഏകദേശം നിങ്ങൾക്ക് ആ ഇന്റർവ്യൂവിന്റെ ലെവൽ എന്തുവാണെന്നുള്ളത് മനസ്സിലാവും. അതായത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊന്നും പറയാം. അതായത് അല്ല, ചീത്ത വിളിക്കും, അത് ഞാൻ തന്നെ പറഞ്ഞാണ്. ചീത്ത ഇങ്ങോട്ടേക്ക് പറയും. ചീത്ത ഈ നമ്മളിപ്പോ ഒമേകളും ഇതെല്ലാം കയറുമല്ലോ, അവര് ഹിന്ദിക്കാരനെ വിളിക്കുമ്പോൾ തിരിച്ചങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ പറയുമ്പോഴാണോ കൂടുതൽ നമുക്ക് അറ്റൻഷൻ കിട്ടുന്നത്? തിരിച്ച് രണ്ട് അങ്ങോട്ട് പറയുമ്പോൾ സുഖമാണ്.
അതിന്റെ മോനെ എന്നെല്ലാം വിളിക്കുന്ന ഒരു സുഖമുണ്ട് മോളെ. അല്ല അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായി, എന്നെ വിളിച്ചതല്ല. അതായത് മനസ്സിലായ, അതായത് തിരിച്ച് ചെയ്ത് നമ്മളിങ്ങോട്ടേക്ക് വിളിച്ചാൽ അതായത് നമ്മളൊറ്റയ്ക്ക് വിളിക്കുന്നതായിരിക്കും. പക്ഷെ നമ്മൾ വിളിക്കുന്നത് നമ്മളെ ലൈവിൽ കുറെ ആൾ കാണുന്നുണ്ടല്ലോ. പേരൊക്കെ വെച്ചിട്ട് അങ്ങനെ വിളിക്കുക? വിളിച്ച ആളുടെ പേരൊക്കെ മെൻഷൻ ചെയ്തിട്ടാണോ വിളിക്കുക? ഇല്ല അങ്ങനെയൊന്നുമില്ല. ഇല്ല നമ്മൾ അത് പരിചയപ്പെടും. ഏതെങ്കിലും സൈറ്റിൽ, അതായത് ഒമേഗൾ എന്ന് പറഞ്ഞ സൈറ്റ് ഉണ്ടാവില്ല, അതിൽ തന്നെ കയറി പരിചയപ്പെടും, അങ്ങനെ വിളിക്കും. കേട്ടല്ലോ, ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യം എന്താണെന്നുള്ളത് നിങ്ങൾ കേട്ടല്ലോ. തെറിയെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലൈവ് സ്ട്രീമിന്റെ ഇടയിൽ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നതിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇവനൊക്കെ എന്ത് മെസ്സേജാണ് തരാനുള്ളത്? എന്ത് കാര്യമാണ് ഇവനൊക്കെ പറയാനുള്ളത്? പ്രത്യേകിച്ച് ഇയാളുടെയൊക്കെ ജീവിതം ആർക്കെങ്കിലും ഒരാൾക്ക് മാതൃകയാക്കാൻ വേണ്ടിയിട്ട് പറ്റുമോ? എനിക്ക് തോന്നുന്നില്ല. ഇയാൾ എത്ര വലിയ നല്ല ലൈവ് സ്ട്രീമർ ആണെന്നുണ്ടെങ്കിലും ഇതുപോലെയൊക്കെ കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുടെ ജീവിതം മാതൃകയാക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ സ്ഥിതി ഇതാണ്. മാവേ കല്ലെറിഞ്ഞ് മാങ്ങ വീഴ്ത്തിയവനും തെറിപ്പാട്ട് പാടുന്നവനും ഒക്കെയാണ് ഇപ്പോൾ ഇന്റർവ്യൂവിന് വന്നിരിക്കാൻ യോഗ്യൻ. അല്ലാത്ത ആൾക്കാർക്ക് യോഗ്യതയില്ല. കഴിവുള്ള നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് യോഗ്യതയില്ല. എത്രയോ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് സഫർ ചെയ്ത് സർവൈവ് ചെയ്യുന്ന മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ വിളിച്ചിരുത്തി കൊണ്ടുവന്ന് ഇന്റർവ്യൂ പക്ഷെ ചെയ്യത്തില്ല. കാരണം അവരെയൊക്കെ വിളിച്ച് ഇരുത്തി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടത്തില്ല. പക്ഷെ ഇതുപോലുള്ള ബോധമില്ലാത്ത ആൾക്കാരെയൊക്കെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടും. ഇനി ഇതിനെ പറ്റിയിട്ട് നല്ല കറക്റ്റായിട്ട് അൻസാരി ഉസ്താദ് നല്ല രീതിയിൽ ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. ആ മറുപടിയും കൂടി നമുക്കൊന്ന് കേൾക്കാം. കാണാനുള്ളൊരു തൊല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുറം രാജ്യങ്ങളിലൊക്കെ അവിടെയുള്ള മീഡിയകൾ ആരെയാണ് ഇന്റർവ്യൂ ചെയ്യാറുള്ളത്? ആ നാട്ടിലെ പ്രതിഭാനിരതരായ ആളുകൾ, അല്ലെ? ഉദാഹരണം പറഞ്ഞാൽ ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലുള്ള പ്രതിഭാശാലികളായ വ്യക്തിത്വം അവരുടേതായ മേഖലയിൽ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രതിഭ കാണിച്ചിട്ടുള്ള വ്യക്തിത്വങ്ങളെയാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയായിരിക്കും? നിങ്ങൾ ഒരു നിമിഷം തിരിച്ചു നോക്ക്. നമ്മുടെ നാട്ടിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ആരെയൊക്കെയാണ്? കാറിലെ ചുവപ്പ് മാറുന്നതിന് മുമ്പ് വീട്ടുകാരെ പറ്റിച്ച് ഒളിച്ചോടി കല്യാണം കഴിച്ച കവിതാക്കൾ, സ്വന്തം ഭാര്യ അല്പവസ്ത്രം ധരിച്ച് കിടന്നുറങ്ങുമ്പോൾ അതുവരെ ഷൂട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ആ യൂട്യൂബ് വരുമാനം കൊണ്ട് കാറും ബസ്സും മേടിക്കുന്ന ആളുകൾ, വാ തുറന്നാൽ അശ്ലീലം പച്ചത്തെറി മാത്രം പറയുന്ന ചില ആളുകൾ, എന്തിനേറെ സ്വന്തം അടിവസ്ത്രത്തിനുള്ളിലേക്ക് ഭക്ഷണം വാരിയിടുന്ന ആളുകൾ വരെയാണ് ഇവരെ സംബന്ധിച്ചുള്ള ഇൻഫ്ലുവൻസ് ആയ ആളുകൾ. അങ്ങനെയുള്ള ആളുകളെയാണ് ഇന്റർവ്യൂ ചെയ്യുന്നതെന്നും ഈ നാടിന്റെ രുചിയും ഈ നാടിന്റെ ടേസ്റ്റും ഒക്കെ അറിയുന്ന ആളുകളാണ് ഈ ചാനലുകാർ. ഇത്തരം വീഡിയോകൾ, ഇത്തരം ആളുകളുടെ ഇന്റർവ്യൂ, ഈ ഇന്റർവ്യൂവിൽ അവരുടെ കുൽസിതങ്ങൾ അവർ പുറത്തേക്ക് വിടുമ്പോൾ അവർക്കറിയാം ഈ കേരളക്കാരിൽ ചിലരെങ്കിലും ഈ ലൈംഗിക വൈകൃതമോ അല്ലെങ്കിൽ ലൈംഗിക ദാരിദ്ര്യം കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആസ്വദിച്ചിരുന്ന് കേൾക്കുന്നറിയാം. അങ്ങനെയുള്ള വീഡിയോകൾക്കാണ് വിത്തിൻ മണിക്കൂറുകൾക്കുള്ളിൽ മില്യൺ കണക്കിന് ആളുകൾ കാഴ്ചക്കാരാകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം ആളുകളെ കൊണ്ടുവന്നവർ ഇന്റർവ്യൂ ചെയ്യുന്നത്. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തി ഇതൊന്നുമല്ല. ഈ ഇന്റർവ്യൂവിൽ ഈ പെൺകുട്ടി എടുക്കുക ആ ചെറുപ്പക്കാരൻ പറയുന്ന ഒരു വർത്തമാനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും. എല്ലാം വിളിക്കും, അതേപോലെ ഒളിഞ്ഞു നോക്കും, കുളിച്ച് അതാ ടൈം പാസ്. ഞാൻ കുറേ വീട്ടിൽ പോയിട്ടുണ്ട്. അതായത് കുട്ടിക്ക് നാണം വന്നറാ, കുട്ടിക്ക് നാണം വന്ന് കുട്ടി ചിരിക്കുന്നു. ഔ എന്താ ചിരി, എന്തൊരു സന്തോഷം, നാണം വരുന്നുണ്ടല്ലേ? ഔ മോളെ, അവൻ എത്തി നോക്കിയ സമയത്ത് ആ കുളിമുറിയിൽ കുളിച്ചുകൊണ്ടിരുന്നത് ഏതെങ്കിലും ഒരുത്തൻ്റെ ഉമ്മയോ പെങ്ങളോ സഹോദരിയോ മകളോ ആയിരിക്കും. നിങ്ങളും ഒരു സ്ത്രീയല്ലേ? ജനങ്ങളെല്ലാം ഇത് കാണുന്നതാണെന്നുള്ള ബോധ്യത്തിൽ വെറുതെ എങ്കിലും ആ എക്സ്പ്രഷൻ ഒന്ന് മാറ്റി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ? ആളുകളെ ബോധിപ്പിക്കാനെങ്കിലും. ഇപ്പൊ നിങ്ങളുടെ ഈ ചിരി കാണുമ്പോൾ കാഴ്ചക്കാരെന്താ മനസ്സിലാക്കേണ്ടത്? എന്തൊരു സന്തോഷം, എന്ത് നല്ല രീതിയിലാണ് ഇദ്ദേഹം മറുപടി കൊടുത്തതെന്ന് നോക്കിക്കേ. ഇദ്ദേഹം പറഞ്ഞ വളരെ കറക്റ്റാണ്. ഒരു യോഗ്യതയില്ലാത്ത ആൾക്കാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുവാണ്. അത് മാത്രമല്ല, ആ സ്ത്രീ ഇരുന്ന് ചിരിക്കുകയാണ്. ആ ഇന്റർവ്യൂ നടത്തുന്ന ആ പെൺകുട്ടി ഇരുന്ന് ചിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട് ചിരിക്കുന്നു? നമുക്ക് സ്വയം ഒരു ബോധം ഉണ്ടാകുന്നത് നല്ലതാണ്. അതായത് കുളിസീൻ കാണുമെന്ന് ഒരുത്തൻ ഇരുന്ന് പറയുമ്പോൾ അതിരുന്ന് ചിരിക്കുകയാണ്. വേറെ ഒരാളുടെ സഹോദരിയോ മകളോ ഒക്കെ ആയിരിക്കാം. ആ പെൺകുട്ടിയെ പോലെ ഒരു പെൺകുട്ടി ആയിരിക്കാം ചിലപ്പോൾ നിന്ന് കുളിച്ചിരുന്നത്. ഇതാണ് പറഞ്ഞത്, നമുക്ക് ഈ സമൂഹത്തിലുള്ള ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇതുപോലുള്ള പൊട്ടന്മാരെയാണ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിന് ആവശ്യം. ഇതുപോലുള്ള ആൾക്കാരെയാണ് നമ്മുടെ സമൂഹത്തിന് ആവശ്യം. സത്യമല്ലേ? ഇതുപോലെ ബോധമില്ലാത്ത, യാതൊരു രീതിയിലുള്ള പ്രയോജനവും ഇല്ലാത്ത, ഒരു ഉപകാരവും സമൂഹത്തിന് ചെയ്യാത്ത ആൾക്കാരെയാണ് ഇപ്പൊ നമ്മളുടെ സമൂഹത്തിന് ആവശ്യം. അല്ലെന്നുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയ്ക്ക് ആവശ്യം. സോഷ്യൽ മീഡിയയുടെ ആവശ്യമാണല്ലോ ഇപ്പൊ സമൂഹത്തിന്റെയും ആവശ്യം. അതുകൊണ്ട് ഇതുപോലുള്ള ആൾക്കാർ വലിയ എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഇവരെ എടുത്തു വെച്ചങ്ങ് തലേ വെച്ച് കയറ്റി വെക്കും. കുറെ ആൾക്കാരുണ്ടല്ലോ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ. ഇവരൊക്കെ തെറി വിളിക്കുമ്പോഴേക്കും ആ തെറി എന്തോ സംഭവമാണ് എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ. തൊപ്പിയെ അങ്ങനെയാണല്ലോ സപ്പോർട്ട് ചെയ്ത് വന്നേ. തൊപ്പിക്ക് അങ്ങനെയാണല്ലോ കുറച്ചും കൂടി റീച്ച് കിട്ടിയത്. തെറിവിളിയിലൂടെയാണ് ഇവർക്കൊക്കെ റീച്ച് കിട്ടിയത്. അപ്പൊ ഇവരൊക്കെ ചീത്ത വിളിക്കുമ്പോൾ ആ ചീത്ത എന്തോ ഇവരുടെ വായിൽ നിന്ന് വരുന്നത് അമൃതാണെന്നുള്ള രീതിയിൽ ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂ ജനറേഷൻ ഉണ്ട്. ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പൊ ഇൻസ്റ്റഗ്രാമിൽ എങ്ങാനും ഇവരെ പറ്റിയിട്ട് എങ്ങാനും ഒന്ന് വിമർശിച്ച് വീഡിയോ ഇടണം. യൂട്യൂബിൽ അത്രയും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ഇൻസ്റ്റഗ്രാമിൽ വല്ലോ തൊപ്പിയെയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മമ്മൂനെ പോലുള്ളവരെയോ വിമർശിച്ചിട്ട് ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തള്ളവൈബാക്കി കളയും. തള്ളവൈബാണെന്ന് പറയും.
യോ അമ്മച്ചീന്ന് വിളിക്കും, എന്നെ അമ്മച്ചീന്ന് വിളിക്കും. അങ്ങനത്തെ ആൾക്കാരുണ്ട്. കാരണം എന്താ അറിയാമോ, ഇൻസ്റ്റഗ്രാമിലൊക്കെ ന്യൂ ജനറേഷൻ ആൾക്കാരാണല്ലോ കൂടുതൽ. നമ്മൾ കുറച്ച് ഓൾഡ് ജനറേഷൻ ആണ്. ഇതൊക്കെ അങ്ങ് വലിയ സംഭവമായിട്ട് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇതൊക്കെ നല്ല കാര്യമാണ് എന്ന് തോന്നുന്നുമില്ല. നല്ല കാര്യമല്ല. നല്ല കാര്യത്തെ അല്ലേ നമുക്ക് നല്ല കാര്യമായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നേരെ മറിച്ച് ഈ മമ്മു എന്ന് പറയുന്ന വ്യക്തി പൊട്ടത്തരം സംസാരിക്കാതെ നല്ല രീതിയിലാണ് സംസാരിച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല. ത്രൂ ഔട്ട് ആ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു ഉപകാരവും ഇല്ലാത്ത, ഒരു ഗുണവും ഇല്ലാത്ത ഇതുപോലുള്ള കാര്യങ്ങളാണ്.